ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഏവർക്കും ബൈബിൾ സ്പന്ദനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആണ്ടുവട്ടം 19ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് സഭാമാതാവ് നൽകുന്ന ദൈവവചന ഭാഗമെന്നുള്ളത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 12ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വചനഭാഗത്തിന് നൽകിയിരിക്കുന്ന തലക്കെട്ടെന്നുള്ളത് സദാ ജാഗരൂകരായിരിക്കുന്ന ഭൃത്യന്മാർ എന്നാണ്. ഈ സുവിശേഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളെ, മനോഭാവങ്ങളെ ആത്മശോധനാ വിധേയമാക്കുവാനായിട്ട് ക്ഷണിക്കുന്നതാണ്. ഇന്നത്തെ സുവിശേഷം യേശുനാഥൻ അഭിസംബോധന ചെയ്യുന്നത് അന്നുണ്ടായിരുന്ന അപ്പസ്തലന്മാർക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ആധുനിക ലോകത്തിൽ ഈ ദൈവവചനം വായിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കൂടിയുള്ളതാണ് ഇന്നത്തെ സുവിശേഷം എന്നുള്ളത്. ഒരു ആത്മീയമായ ആലസ്യത്തിൽ നിന്നുണരുവാനായിട്ട്, ഭൗതികമായ ആലസ്യത്തിൽ നിന്നുണരുവാനായിട്ട്, യാന്ത്രികമായ തിക്കും തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ധ്യാനാത്മകമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ജീവിതത്തിൻ്റെ മുൻഗണനകളെയും കണ്ടെത്തുവാനായിട്ട്, അതിലേറെ ആത്മീയമായ ഒരു ഉണർവിലൂടെ ഉണർന്നിരിക്കുന്ന ഒരു ഉത്സാഹത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ടുള്ള ഒരു ആഴമായ വിചിന്തനം ഇന്നത്തെ ഈ വചനത്തിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ നിശ്ചയിക്കുന്ന മുൻഗണനയോ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിക്കേണ്ട മുൻഗണനകളെപ്പറ്റി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൂടിയാണ് ഇന്നത്തെ സുവിശേഷം എന്നുള്ളത്. സുവിശേഷത്തിലൂടെ നമുക്ക് അതൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. 2-3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ നമുക്ക് ഇന്നത്തെ വിചിന്തനം ആരംഭിക്കാം. ഒന്നാമതായിട്ട്, എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിശ്ചയിക്കുന്ന മുൻഗണന? ഈ മുൻഗണനകൾ തന്നെയാണോ നമ്മുടെ ഭാവി സുരക്ഷിതമായിട്ട് അത് എത്തിച്ചേരേണ്ട ലക്ഷ്യത്തിൽ എത്തിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന മുൻഗണനകൾ? അതോ ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായിട്ടുണ്ടോ? അത് നമ്മുടെ ആത്മീയ നവീകരണത്തിനായാലും ശരി, ഭൗതിക ജീവിത നവീകരണത്തിനായാലും ശരി, എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില മുൻഗണനകളൊക്കെ മാറ്റി നിശ്ചയിക്കേണ്ടതായിട്ടുണ്ടോ? ഇതാണോ യഥാർത്ഥത്തിൽ ശരിക്കും നമ്മുടെ ജീവിത ലക്ഷ്യം കൈവരിക്കുവാനായിട്ടുള്ള പോംവഴി എന്നുള്ളത്? നമുക്ക് സുവിശേഷത്തിലൂടെ തന്നെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ഉത്സാഹപൂരിതമായ ഒരു ഉണർവിലേക്കും വിവേകപൂർവകമായ ചില തിരഞ്ഞെടുപ്പുകളിലേക്കും ഓരോ മനുഷ്യനെയും എത്തിച്ചേർക്കുവാനായിട്ടുള്ള ഒരു പുത്തൻ ആഹ്വാനവുമായിട്ടാണ് ഈ സുവിശേഷ ഭാഗം ഇന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. സാധാരണ റേഡിയോയിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു പരസ്യവാചകമാണ് ഉണരൂ ഉപഭോക്താവേ ഉണരൂ എന്ന്. ഏതാണ്ട് ഇതിന് സമാനമായ ഒരു ചിന്തയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നൽകുന്നത്. ഉണരൂ ആത്മീയ ആലസ്യത്തിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യ എന്ന്. കാരണം യേശുനാഥൻ എപ്പോഴാണ് നമ്മെ തേടി വരുന്നത് എന്ന് നമുക്കറിയാത്തതിനാൽ സദാ ജാഗരൂകരായിരിക്കുവാനായിട്ട് യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. ലൂക്കയുടെ സുവിശേഷം 12ാം അധ്യായം 35ാമത്തെ വാക്യം, അതായത് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ നിങ്ങൾ അരമുറുക്കിയും വിളക്ക് തെളിച്ചും ഉണർന്നിരിക്കുവനെന്ന്. ഇത് അന്ത്യനാളിൽ ക്രിസ്തു വരുമ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുവാനായിട്ടുള്ളൊരു ആഹ്വാനമല്ല, മറിച്ച് അനുദിന ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുന്ന വ്യക്തിയിൽ യേശുവിനെ കണ്ടെത്തുവാനായിട്ട്, അനുദിന ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന സംഭവങ്ങളിൽ യേശുനാഥൻ്റെ സാന്നിധ്യം കണ്ടെത്തുവാനായിട്ട്, നമ്മൾ കടന്നു പോകുന്ന ഓരോ സന്ദർഭങ്ങളിലും ക്രിസ്തു ദർശനം കണ്ടെത്തുവാനായിട്ട് നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഒരു ഉണർത്തുപാട്ടാണ് ഇന്നത്തെ സുവിശേഷം എന്നുള്ളത്. ഒരുപക്ഷെ നമ്മൾ അനുദിനം കാണുന്ന വ്യക്തികളിൽ യേശുനാഥനെ കണ്ടെത്തുന്നത് പോലെ
പെരുമാറുവാനായിട്ട് സാധിച്ചാൽ, നമ്മൾ അനുദിനം കടന്നു പോകുന്ന സംഭവങ്ങളിൽ യേശുനാഥനെ കണ്ടെത്തിയാൽ ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ, അതിനോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ, അവരോടുള്ള പ്രതികരണങ്ങളിൽ ഒരു വ്യത്യാസം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. കുറച്ചുകൂടി ആത്മീയമായിട്ട്, കുറച്ചുകൂടി കൃപ നിറഞ്ഞ രീതിയിൽ, കുറച്ചുകൂടി സ്നേഹത്തിൽ അത്തരം വ്യക്തികളോട് പെരുമാറുവാനും അത്തരം സംഭവങ്ങളോട് പ്രതികരിക്കുവാനും ഒക്കെ നമുക്ക് സാധിച്ചുവെന്ന് വരും. ഈ അനുദിനം നമ്മൾ ഇടപെടുന്ന സംഭവങ്ങളിലൊക്കെ ഒരു മൂല്യാധിഷ്ഠിതമായി പെരുമാറുവാനായിട്ട്, അനുദിനം നമ്മൾ ഇടപെടുന്ന വ്യക്തികളോട് മൂല്യാധിഷ്ഠിതമായി പെരുമാറുവാനായിട്ടൊക്കെ ഇത് നമ്മെ സഹായിക്കുന്നതാണ്. ഈ സുവിശേഷം നമ്മെ ഓരോരുത്തരെയും ഒരു ആത്മീയമായ ആലസ്യത്തിൽ നിന്നുണരുവാനായിട്ട്, ഒരു ആത്മീയമായ ഉറക്കത്തിൽ നിന്നുണരുവാനായിട്ട്, അങ്ങനെ ഉണർന്ന് സജീവമായ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട്, ക്രിയാത്മകമായ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒക്കെ നമ്മെ പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ഏറെ നാളുകളായിട്ട് ഈജിപ്തിൻ്റെ ആട്ടും തുപ്പുമേറ്റ്, അവരുടെ ചാട്ടവാറടിയൊക്കെ ഏറ്റ്, ഇവരുടെ ഇസ്രായേലിൻ്റെ മേൽ ഏൽപ്പിച്ച കഷ്ടതകളൊക്കെ അനുഭവിച്ച് അവിടെ വേദനിച്ച് കഴിയുന്ന ഇസ്രായേലിനെ മോചിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനിക്കുകയാണ്. അങ്ങനെ മോചനത്തിൻ്റെ നിമിഷങ്ങൾ അടുത്തു വരുമ്പോൾ, ആ മോചന നിമിഷങ്ങളിൽ ഈജിപ്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇസ്രായേലിൻ്റെ വാഗ്ദാന ഭൂമിയിലേക്കുള്ള ആ കടന്നുവരലിന് വേണ്ടി ഒരുങ്ങുവാനായിട്ടുള്ള അന്ത്യ നിമിഷങ്ങളിൽ എപ്രകാരമാണ് ആ കടന്നു വരുന്നതിൻ്റെ പെസഹ ആഘോഷിക്കേണ്ടത്, ആചരിക്കേണ്ടത് എന്ന് വളരെ ചെറിയ വിശദീകരണങ്ങൾ ഉൾപ്പെടെ ദൈവം മോശയിലൂടെ ഇസ്രായേലിനെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നതാണ്, നിങ്ങൾ പെസഹ ആചരിക്കുമ്പോൾ എപ്രകാരമാണ് ആഘോഷിക്കേണ്ടത്. കാരണം ആ പെസഹ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനു മുമ്പ് അത്തരമൊരു പെസഹ ഉണ്ടായിരുന്നില്ല, അതിനുശേഷവും അത്തരമൊരു പെസഹ ഉണ്ടായിരിക്കത്തില്ല. അത്രമാത്രം ചരിത്രപരമായ വലിയൊരു അടിമത്തത്തിൽ നിന്ന് ഒരു മോചനത്തിലേക്കുള്ള കടന്നുവരവാണ് ആ പെസഹ എന്നുള്ളത്. അപ്പോൾ അത് ആചരിക്കുന്ന സമയത്ത് ഈ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്, നിങ്ങൾ എങ്ങനെയാണ് പെസഹ ആചരിക്കേണ്ടത്. അരമുറുക്കി, ചെരുപ്പുകൾ അണിഞ്ഞ്, വടി കയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. അതായത് വളരെ തിടുക്കത്തിൽ ഒരു യാത്ര പോകുവാനായിട്ട് ഒരു വ്യക്തി എങ്ങനെയാണോ ഒരുങ്ങി നിൽക്കുന്നത്, അത്രമാത്രം തിടുക്കത്തിൽ നിങ്ങൾ ഈ പെസഹ. കാരണം നിമിഷം നിങ്ങളെ നയിക്കുന്ന മാലാഖ നിങ്ങളുടെ മുന്നേ പോകുന്നതെന്നും, ഏത് സമയത്താണ് ദൈവത്തിൻ്റെ കൽപ്പന മോശയിലൂടെ നമുക്ക് പുറപ്പെടാം എന്ന് ഇസ്രായേലിന് എത്തുന്നത് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാത്തതിനാൽ നിങ്ങൾ ഉണർന്നിരുന്ന് ഉത്സാഹഭരിതരായി ചടുലമായ ചുവടുകളോടുകൂടി നിങ്ങൾ ഇതിന് തയ്യാറായി നിൽക്കണമെന്നാണ് ഈ പുറപ്പാട് പുസ്തകത്തിലെ പെസഹയ്ക്ക് മോശ ഇസ്രായേൽ ജനത്തിന് നൽകുന്നത്. അങ്ങനെ ആരൊക്കെയാണോ ഉത്സാഹഭരിതമായി ഉണർന്നിരുന്നവർ, ആരൊക്കെയാണോ അത്രമാത്രം ഊർജ്ജസ്വലതയോടുകൂടി ഉണർന്നിരുന്ന് ആ പെസഹയുടെ നിർദ്ദേശങ്ങൾ അപ്പടി സ്വീകരിച്ച് നടപ്പിലാക്കിയത്, അവരെല്ലാവരും മോചിതരാകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അവരെല്ലാവരെയും കൂട്ടിയാണ് മോശ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ആ രാത്രി തന്നെ ഇസ്രായേലിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ഉണർന്നിരുന്നവരെല്ലാം ആ സംഘത്തിലെ പങ്കാളികളാകുന്നതായിട്ട് ഈ പുറപ്പാട് പുസ്തകത്തിനകത്ത് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ഏതാണ്ട് ഇതിന് രീതിയിൽ ഉണർന്നിരിക്കുവാനായിട്ടാണ് യേശുനാഥൻ ഈ വചനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തത്. കാരണം എപ്പോഴാണ് ക്രിസ്തുനാഥൻ നമ്മെ സന്ദർശിക്കുവാനായിട്ട് വരുന്നത് എന്ന് നമുക്കറിയാത്തതിനാൽ സദാ ജാഗരൂകരായിരിക്കുവാനായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിലായാലും ശരി, നമ്മുടെ ഭൗതിക ജീവിതത്തിലായിരുന്നാലും ശരി, ഉണർന്നിരുന്ന് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഒരു ഉണർത്തുപാട്ടാണ് ഈ സുവിശേഷം നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, ഈ ആശുപത്രികളിലൊക്കെ ചെല്ലുന്ന സമയത്ത് അതിൻ്റെ പബ്ലിക് അനൗൺസ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ ചില സമയങ്ങളിൽ കോഡ് ബ്ലൂ എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്.
എപ്പോഴെങ്കിലും ഏതെങ്കിലും ആശുപത്രിയിൽ ഈ കോഡ് ബ്ലൂ എന്ന് പറഞ്ഞ് ഒരു അനൗൺസ്മെന്റ് വന്നാൽ ഉടൻ തന്നെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട നഴ്സുമാരും ഡോക്ടർമാരും ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാഫുമാരും ഉടൻ തന്നെ അതെല്ലാം ഇട്ടിറങ്ങിച്ച് കോഡ് ബ്ലൂ വിളിക്കപ്പെട്ടിരിക്കുന്ന ആ മുറിയിൽ അതിവേഗത്തിൽ പാഞ്ഞെത്തി ആരാണോ ഈ കോഡ് ബ്ലൂവിന് അല്ലെങ്കിൽ അത്യാസന്നമായ നിലയിലെത്തിയിരിക്കുന്നത് ആ രോഗിയെ ഓടി വന്ന് തീവ്ര പരിചരണം നൽകി അയാളെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരത്തക്ക രീതിയിൽ ഈ സ്റ്റാഫൊക്കെ ഓടി വരുന്നത് നമുക്ക് ആശുപത്രികളിൽ കാണുവാനായിട്ട് സാധിക്കും. അത് ഒരുപക്ഷെ ആശുപത്രിയുടെ അങ്ങേയറ്റത്തോ അല്ലെങ്കിൽ 3-ാം നിലയിലോ 5-ാം നിലയിലോ എവിടെയോ ആകട്ടെ, ഒരു കോഡ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് കേട്ടാൽ അത് ആരാണെന്ന് നോക്കത്തില്ല. ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്റ്റാഫുമാരുൾപ്പെടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നഴ്സുമാരുൾപ്പെടെ ആ മുറിയിലേക്ക് ചെല്ലുകയും ആ രോഗിക്ക് വേണ്ടത്ര തീവ്ര പരിചരണം നൽകി അദ്ദേഹത്തെ രക്ഷാപ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ച ആശുപത്രികളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്രമാത്രം ഒരുങ്ങിയാണ് ഓരോ നഴ്സും ഓരോ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നത്. അത്രമാത്രം ഒരുങ്ങി അങ്ങനെ ഒരു കോഡ് ബ്ലൂ വരുമ്പോൾ ആ കോഡ് ബ്ലൂ വിളിക്കപ്പെടുന്ന മുറിയിൽ കൊണ്ടെത്തിക്കേണ്ട സാധന എല്ലാം എപ്പോഴും സജ്ജമായിട്ട് ഒരുക്കി വച്ച് ഇരിക്കുന്നതാണ് ആശുപത്രികളുടെ രീതി എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഇത്തരം ഒരുക്കം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് യേശുനാഥൻ നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ്. അനുദിന ദൈവവചന വായനയിലൂടെ, അനുദിന ജപമാല പ്രാർത്ഥനയിലൂടെ, അനുദിന വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ, അനുദിന മൗനപ്രാർത്ഥനയിലൂടെയും വാചിക പ്രാർത്ഥനയിലൂടെയും അനുദിനം നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട്, ക്രിസ്തുവിനെ കാണുവാനായിട്ട്, ഒരു ആത്മീയമായ ഉണർവിലിരിക്കുവാനായിട്ട് നമ്മെ വിളിക്കുന്നതാണ് ഇന്നത്തെ ഈ സുവിശേഷം എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ, ഈ സുവിശേഷം ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ 5 കാര്യങ്ങൾ നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് അത് നമ്മുടെ ഭൗതിക ജീവിതത്തിലാകട്ടെ, ആത്മീയ ജീവിതത്തിലാകട്ടെ, ഉദ്യോഗ ജീവിതത്തിലാകട്ടെ, ഔദ്യോഗിക ജീവിതത്തിലാകട്ടെ, അനൗദ്യോഗിക ജീവിതത്തിലാകട്ടെ, ഒരു ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഉണർവിനുള്ള ഒന്നാമത്തെ പടി എന്നുള്ളത്. രണ്ടാമത്തെ ഘടകം എന്നുള്ളത് ജ്വലിക്കുന്ന വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ദേവാലയങ്ങളിലേക്ക് ചെല്ലുമ്പോൾ സജീവമായി പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. നമ്മൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ ആലസ്യത്തിലാണ്ട് ഒരുമാതിരി ഒരു അലസതയിൽ ഇരുന്നു കൊണ്ടല്ല നമ്മൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത്. മറിച്ച് സജീവമായി പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. സജീവ വിശ്വാസത്തോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കണം. സജീവ വിശ്വാസത്തോടുകൂടി നൊവേന പ്രാർത്ഥനകളിൽ പങ്കെടുക്കണം. അങ്ങനെ ഒരു സജീവമായ വിശ്വാസം ഉണ്ടാകണം. അതാണ് രണ്ടാമത്തെ ഘടകം എന്നുള്ളത്. മൂന്നാമത്തെ ഘടകമാകട്ടെ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഈ നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധന്മാർ നടത്തിയിരിക്കുന്നത് പോലത്തെ തീക്ഷ്ണ പ്രാർത്ഥനകളായിരിക്കണം നമ്മളും നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. അത് വ്യക്തിപരമായ പ്രാർത്ഥനകളാകട്ടെ, നമ്മൾ പങ്കെടുക്കുന്ന സമൂഹ പ്രാർത്ഥനകളിലാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ പങ്കെടുക്കുന്ന അടിസ്ഥാന ക്രൈസ്തവ കുടുംബ യൂണിറ്റുകളിലാകട്ടെ, അവിടെ വചനം വായിക്കുമ്പോഴാകട്ടെ, വചനം പങ്കുവയ്ക്കുമ്പോഴാകട്ടെ, തീക്ഷ്ണതയോടും സജീവതയോടും കൂടി വചനം വായിക്കുവാനും വചനം പങ്കിടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. നാലാമത്തെ ഘടകം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ കൃപ സമൃദ്ധമായിട്ട് നിലനിൽക്കുന്നുവെന്നും ആ കൃപ നമ്മൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചൊല്ലുന്ന സുകൃത ജപങ്ങളിലൂടെ നമുക്ക് കൃപ വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. ദൈവവചന വായനയിലൂടെ നമുക്ക് കൃപ വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. ജപമാല പ്രാർത്ഥന നടത്തുന്നതിലൂടെ നമുക്ക് കൃപ വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് കൃപ വർദ്ധിപ്പിക്കുവാനായിട്ട്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും കൃപയുടെ മനുഷ്യരായി ജീവിക്കുന്നുവെന്ന് നമുക്ക് നമ്മെ തന്നെ വിശ്വസിപ്പിക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ നാലാമത്തെ ഘടകം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ കൃപ വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കണം. അഞ്ചാമത്തെ ഘടകമായിട്ട് നമ്മൾ കാണുന്നത്
പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യവും പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലും അനുനിമിഷം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവുമായിട്ടൊരു അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, ഇങ്ങനെയാണ് നമുക്ക് യേശുനാഥൻ പറയുന്നത് പോലെ ജാഗരൂകതയോടുകൂടി ഉണർന്നിരുന്നു കൊണ്ട്, അരമുറുക്കിയും വിളക്ക് തെളിച്ചും ഉണർന്നിരുന്നു കൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കേറെ സുപരിചിതമായ വളരെ മനോഹരമായ ഒരു ഉപമയാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന 10 കന്യകമാരുടെ ഉപമ എന്നുള്ളത്. ഇവർ 10 പേരും നല്ല സുന്ദരിമാരായ, നല്ല ഒരുക്കമുള്ള, അല്ലെങ്കിൽ മണവാളനെ സ്വീകരിക്കുവാനായിട്ട് അത്യുത്സാഹത്തോടുകൂടി പുറപ്പെടുന്നവരാണ്. പക്ഷേ അവരുടെ പുറപ്പാടിൽ സംഭവിക്കുന്നത് 5 പേര് വളരെ ായിരുന്നു. അവരുടെ യാത്രയിലുടനീളം ആ യാത്ര എത്ര നേരം നീളുമെന്നോ അല്ലെങ്കിൽ എത്ര നേരം ഈ മണവാളന് വേണ്ടി കാത്തിരിക്കണമെന്നോ ഒന്നും അവർക്ക് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ വിളക്കുകൾ എടുത്തപ്പോൾ കൂട്ടത്തിൽ ഒരു വിളക്ക് അണഞ്ഞു പോയാൽ വീണ്ടും കത്തിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് എണ്ണയും കൂടി അവർ കരുതിയിരുന്നു. എന്നാൽ മറ്റഞ്ച് കന്യകമാരാകട്ടെ അത്തരം കരുതലുകളൊന്നുമില്ലാതെ കൂടെ യാത്ര പുറപ്പെടുന്നു. നമുക്കറിയാം, ആ ഉപമ അവസാനിക്കുന്നത് ഒരുങ്ങിയിരുന്നവർ, തീക്ഷ്ണമായ ഒരുക്കത്തോടുകൂടി ഇരുന്നവർ, ഉണർന്നിരുന്ന് വിളക്ക് തെളിക്കുവാനായിട്ട് സാധിച്ച 5 കന്യകമാര് ആ മഹാവിരുന്നിലേക്ക് പ്രവേശിച്ച് വിരുന്ന് ആസ്വദിക്കുവാനായിട്ട് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അത്തരം ഒരുക്കങ്ങളൊന്നുമില്ലാതെ അലസതയിലാണ്ടുപോയ 5 കന്യകമാര് ഈ അന്ധകാരത്തിലേക്ക്, അല്ലെങ്കിൽ അവിടെ വിലാപവും പല്ലുകടിയുമുള്ള അന്ധകാരത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നതായിട്ട് ആ 10 കന്യകമാരുടെ ഉപമയിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അതെല്ലാവരുടെ ജീവിതത്തിലും സാധ്യതയുള്ള ഒരു സാധ്യത. അങ്ങനെയെങ്കിൽ എന്താണ് യേശുനാഥൻ ഇന്നത്തെ ഈ സുവിശേഷത്തിൽ അരമുറുക്കൽ എന്നതുകൊണ്ടും വിളക്ക് തെളിക്കൽ എന്നതുകൊണ്ടും അർത്ഥമാക്കുന്നത്? 2 വലിയ, നമ്മുടെ ജീവിതത്തേക്ക് ആധികാരികമായി സ്പർശിക്കുന്ന 2 വലിയ പ്രതീകങ്ങളെ വ്യക്തമാക്കുന്ന 2 വാക്കുകളാണ് അരമുറുക്കലും വിളക്ക് തെളിക്കലും എന്നുള്ളത്. എന്താണ് ഈ അരമുറുക്കൽ എന്നുള്ളത്? അത് നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ബാഹ്യ ഒരുക്കത്തെ പ്രതിദാനം ചെയ്യുന്നതാണ് അരമുറുക്കൽ എന്നുള്ളത്. അതാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ അച്ചടക്കവും കണ്ണിമ വെട്ടാതെയുള്ള ഉണർന്നിരിക്കലുമാണ് ഈ അരമുറുക്കൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെന്താണ് വിളക്ക് തെളിക്കൽ എന്നുള്ളത്? അത് നമ്മുടെ ആത്മീയമായ ഒരുക്കത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. എന്താണ് ഈ വിളക്ക് തെളിക്കുന്ന ആത്മീയമായ ഒരുക്കം എന്നുള്ളത്? അതാകട്ടെ ആഴമായ വിശ്വാസവും ആഴമായ പ്രത്യാശയും ആഴമായ സ്നേഹവും അതിലേറെ അനുദിനം വർദ്ധിക്കുന്ന കൃപയുമാണ് വിളക്ക് തെളിക്കൽ എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ വചനം യേശുനാഥൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് അരമുറുക്കിയും വിളക്ക് തെളിച്ചും ഉണർന്നിരിക്കാൻ നമ്മെ തന്നെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന മായ അച്ചടക്കവും അതുപോലെ തന്നെ സുശിക്ഷിതമായ ഉണർന്നിരിക്കലുമാണ് ബാഹ്യമായിട്ടുള്ളതെങ്കിൽ, കൃപയ്ക്കുമേൽ കൃപ സമ്പാദിച്ചെടുക്കുന്ന ആഴമായ പ്രത്യാശയുള്ള ആഴമായ വിശ്വാസമുള്ള, അതിലേറെ ആ ആഴമായ വിശ്വാസവും പ്രത്യാശയും കൃപയും പ്രതിഫലിക്കുന്ന സ്നേഹത്തിൻ്റെ വക്താക്കളായി നമുക്കുണർന്നിരുന്ന് ഈ സ്നേഹത്തിൻ്റെ ഉടയവനായ ക്രിസ്തുനാഥൻ എപ്പോൾ നമ്മെ സന്ദർശിച്ചാലും സ്വീകരിക്കുവാൻ പറ്റുന്ന രീതിയിൽ ഒരുങ്ങിയിരിക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ക്രിസ്തുനാഥൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.